നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ സെക്കൻഡ് പോളിംഗ് ഓഫീസറിന്റെയും തേർഡ് പോളിംഗ് ഓഫീസറുടെയും ചുമതലകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, സെക്കൻഡ് പോളിംഗ് ഓഫീസർ എന്ന് പറയുന്നത് മഷി പുരട്ടുന്നതിൻ്റെയും 17A പ്രകാരമുള്ള വോട്ടേഴ്സ് രജിസ്റ്ററിന്റെ ചാർജും വോട്ടേഴ്സ് സ്ലിപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ഈ സെക്കൻഡ് പോളിംഗ് ഓഫീസർക്കാണ്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉച്ചത്തിൽ ക്രമനമ്പറും പേരും വിളിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ വോട്ടേഴ്സ് രജിസ്റ്ററിൽ രണ്ടാമത്തെ കോളത്തിൽ, ഒന്നാമത്തെ കോളത്തിൽ ക്രമനമ്പറാണ്, രണ്ടാമത്തെ കോളത്തിൽ വോട്ടറുടെ ക്രമനമ്പർ എഴുതണം. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉച്ചത്തിൽ ക്രമനമ്പർ വിളിച്ചു പറയുന്ന സമയത്ത് ആ ക്രമനമ്പർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന വോട്ടേഴ്സ് രജിസ്റ്ററിലെ രണ്ടാമത്തെ കോളത്തിൽ ആ ക്രമനമ്പർ എഴുതി വെക്കണം. അതിനുശേഷം ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഈ വോട്ടറുടെ ഐഡന്റിറ്റി ഒക്കെ ഉറപ്പാക്കിയതിന് ശേഷം ആ വോട്ടർ രണ്ടാമത്തെ പോളിംഗ് ഓഫീസർ അടുത്തേക്ക് വരും. രണ്ടാമത്തെ പോളിംഗ് ഓഫീസർ ആദ്യം ചെയ്യേണ്ടത് മഷി പുരട്ടുക എന്നുള്ളതാണ്. മഷി പുരട്ടേണ്ടത് ഇടത് ചൂണ്ടുവിരലിലാണ്. അത് പുരട്ടുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ വിരലിന്റെ നഖത്തിന്റെ അഗ്രം മുതൽ ആദ്യത്തെ സന്ധി വരെ നീട്ടി വരയ്ക്കണം എന്നതാണ് പറയുന്നത്. ഇനി അപ്പോൾ നമ്മൾ മഷി പുരട്ടി. ഈ മഷി പുരട്ടുന്നത് യാതൊരു കാരണവശാലും മായ്ച്ചു കളയാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഉണങ്ങുന്നത് വരെ അവിടെ നിർത്തണം എന്നാണ് കണക്ക്. അതിനുശേഷം നമുക്ക് പറയാനുള്ളത് ഈ വോട്ടർ രജിസ്റ്റർ, അതായത് 17A പ്രകാരമുള്ള, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ രജിസ്റ്ററുകളുടെ നമ്പറൊക്കെ ഈ ഇലക്ഷനിൽ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഇലക്ഷനിൽ വോട്ടേഴ്സ് രജിസ്റ്ററിന്റെ നമ്പർ 17A ആണ്. അത് കൈകാര്യം ചെയ്യേണ്ടത് സെക്കൻഡ് പോളിംഗ് ഓഫീസറാണ്. ഇനി വോട്ടർ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ, ഒന്നാമത്തെ കോളത്തിൽ ക്രമ നമ്പർ, രണ്ടാമത്തെ കോളത്തില് വോട്ടറുടെ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ. അപ്പോ വോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ രജിസ്റ്ററിൽ വോട്ടറുടെ പേരോ ഒപ്പോ വിരലടയാളമോ ബന്ധപ്പെട്ട കോളത്തിൽ വാങ്ങണം. അതാണ് പറയുന്നത്. അപ്പോ ഇത് വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ തേർഡ് കോളത്തിൽ ശരിക്കും എപ്പിക് നമ്പർ എഴുതണമെന്നാണ്. എപ്പിക് നമ്പർ അല്ലെങ്കിൽ ഏതാണോ നമ്മൾ പറയുന്ന ശരിക്കും നമ്മൾ ആദ്യം പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ പിന്നെ രജിസ്റ്ററിൽ ഒപ്പിടുന്ന സ്ഥലത്ത് പേരും ഒപ്പും വേണമെന്നാണ്. വെറുതെ എന്തെങ്കിലും ഒരു ഷൂന്ന് വരച്ചിട്ട് പോകാൻ സമ്മതിക്കരുതെന്നാണ് ഇതിലുള്ള ശരിക്കുമുള്ള ഡയറക്ഷൻ. അപ്പൊ വോട്ടർ കൃത്യമായിട്ട് പേരും ഒപ്പിടണം. ഇനി പേരും ഒപ്പിടാൻ തയ്യാറല്ലെങ്കിൽ അയാൾ തമ്പിപ്രശ്നം വെച്ചാൽ മതി. അപ്പൊ പേര് വേണ്ട. ഇതാണ് അതിന്റെ കറക്റ്റ് റൂള്. അല്ല ചിലർ ഒരൊറ്റ വരയും വരച്ചിട്ട് പോകുന്ന രീതി ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ഒപ്പിടേണ്ട കോളത്തില് പേരും ഒപ്പും ചേർക്കുക, അല്ലെങ്കിൽ തമ്പ് മാത്രം ഇട്ടാലും മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത കോളത്തിൽ നമുക്ക് ഈ എന്താ പറയണ്ടേ, നമ്പർ എഴുതാനുണ്ട്. അതായത് ഈ അദ്ദേഹത്തെ തിരിച്ചറിയൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ കോളത്തിലാണ് ശരിക്കും, നാലാമത്തെ കോളത്തിലാണ് ഒപ്പ് വേണ്ടത്. മൂന്നാമത്തെ കോളത്തിൽ തിരിച്ചറിയൽ രേഖ രേഖപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചറിയൽ രേഖ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള, കേൾക്കുക, സെക്കൻഡ് പോളിംഗ് ഓഫീസർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള തിരിച്ചറിയൽ രേഖ വോട്ടർ ID ആണെങ്കിൽ അതിന് എപ്പിക് എന്നാ പറയുക, വോട്ടർ ഐഡിക്ക്. അങ്ങനെയെങ്കിൽ ആ കോളത്തിൽ EP എന്ന് മാത്രം എഴുതിയാൽ മതി മൂന്നാമത്തെ കോളത്തിൽ. അല്ല വേറെ ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡാ കൊണ്ടുവന്നതെങ്കിൽ അതേതാണെന്നും എഴുതണം, അതിന്റെ അവസാനത്തെ 4 അക്കങ്ങളും എഴുതണം. ഇപ്പൊ ആധാറാണ് കൊണ്ടുവന്നതെങ്കിൽ ആധാർ എന്ന് എഴുതിയിട്ട് ആധാറിന്റെ അവസാനത്തെ 4 അക്കങ്ങൾ എഴുതണം. ഡ്രൈവിംഗ് ലൈസൻസാ കൊണ്ടുവന്നതെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് എഴുതിയിട്ട് അതിന്റെ അവസാനത്തെ 4 അക്കം എഴുതണം. എന്നാൽ വോട്ടർ ID കാർഡാ കൊണ്ടുവന്നതെങ്കിൽ EP എന്ന് മാത്രം എഴുതിയാൽ മതി. എപ്പിക് എന്ന് പോലും വേണ്ട, EP എന്ന് മാത്രം എഴുതിയാൽ മതി എന്നാണ് ഡയറക്ഷൻ.
അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3, 4 അഞ്ചാമത്തെ കോളം റിമാർക്കാണ്. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ സീരിയൽ നമ്പർ, രണ്ടാമത്തെ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ, മൂന്നാമത്തെ കോളത്തിൽ ഈ പറയുന്ന പിന്നെ ഐഡന്റിഫിക്കേഷന്റെ ഐറ്റം ഏതാണെന്നും അതിന്റെ നമ്പർ, നാലാമത്തെ കോളത്തിൽ പേരും ഒപ്പും, അഞ്ചാമത്തെ കോളം റിമാർക്ക്. അതാണ്. ഇത് കഴിഞ്ഞാൽ അപ്പോ ഒരു വോട്ടർ ഒപ്പിടാനും തയ്യാറല്ല, അയാൾ തമ്പ് വെക്കാനും തയ്യാറല്ല എങ്കിൽ അയാളെ വോട്ട് ചെയ്യിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അതിന്റെ റിമാർക്കിൽ റെഫ്യൂസ്ഡ് ടു വോട്ട് എന്ന് കാണിച്ചിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ടാൽ മതി. അത്തരത്തില് പേരെഴുതാനും അല്ല ഒപ്പ് വെക്കാനും തമ്പ് വെക്കാനും ഒരാൾ തയ്യാറല്ലെങ്കിൽ അയാളെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി പാടില്ല. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ജോലി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ സെക്കൻഡ് പോളിംഗ് ഓഫീസർ മഷി പുരട്ടി അവരുടെ ഡേറ്റാസ് ക്രമ നമ്പർ എഴുതി, ID ഏതാണെന്ന് എഴുതി, അതിന്റെ നമ്പർ എഴുതി, പിന്നെ അയാളെ കൊണ്ട് പേരെഴുതി ഒപ്പിടിച്ചു, അല്ലെ തമ്പ് വെച്ചു. അതിനുശേഷം ഈ വോട്ടർ സ്ലിപ്പ് നൽകണം. അത് തേർഡ് പോളിംഗ് ഓഫീസർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ വോട്ടർ സ്ലിപ്പ് എന്ന് പറയുന്നത്. ആ വോട്ടർ സ്ലിപ്പിൽ ഒന്നുമില്ല, സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. സീരിയൽ നമ്പർ ഇൻ ദ ഇലക്ട്രോൾ ഉണ്ട്, അതായത് ഇലക്ട്രോളിലെ ക്രമ നമ്പറും എഴുതണം. പിന്നെ ഇനീഷ്യൽ ഓഫ് പോളിംഗ് ഓഫീസർ, അതായത് സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ഇനീഷ്യലും ഉണ്ടായാൽ മതി. ക്രമ നമ്പർ, വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ, ഇനീഷ്യൽ ഓഫ് ദ പോളിംഗ് ഓഫീസർ, അങ്ങനെയുള്ള ഒരു സ്ലിപ്പ് അവിടെ നമുക്കത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ സ്ലിപ്പിൽ അത് എഴുതിയിട്ട് നമ്മൾ തേർഡ് പോളിംഗ് ഓഫീസർക്ക് കൊടുക്കാൻ വേണ്ടി കൊടുക്കണം. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി അന്ധൻ, അവശൻ എന്നിവയ്ക്ക് സഹായിക്ക് വലത് ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടേണ്ടത്. അന്ധനും അവശരുമായിട്ടുള്ള സഹായിക്ക് സഹായിയായിട്ട് വരുന്നയാൾക്ക് അയാളുടെ ഇടത് കൈവിരലിൽ ചൂണ്ടുവിരലിൽ ഓൾറെഡി മഷി പുരട്ടിയിട്ടുണ്ടാവും അയാളുടെ വോട്ട് ചെയ്തപ്പോൾ. ഇപ്പോൾ വലത് കൈ ചൂണ്ടുവിരലിലാണ് അത് മഷി പുരട്ടേണ്ടത്. ഇനി സാധാരണ കഴിഞ്ഞ ഇലക്ഷനിൽ തൊട്ടടുത്ത ബൈ ഇലക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ട് ചൂണ്ടുവിരലിൽ മഷി ഉണ്ടെങ്കിൽ തൊട്ടടുത്ത മിഡിൽ ഫിംഗറിലാണ് പുരട്ടേണ്ടത്. മിഡിൽ ഫിംഗറിലും ഉണ്ടെങ്കിൽ റിംഗ് ഫിംഗർ, പിന്നെ ചെറിയ സ്മോൾ ഫിംഗർ, അങ്ങനെയാണ് ആ കണക്ക് എന്ന് പറയുന്നത്. ഇനി ഒരാൾക്ക് ഇടത് കൈയിലെ ഒരു വിരലും ഇല്ലെങ്കിൽ നമുക്ക് വലത് കൈയിലെ ചൂണ്ടുവിരല് ഉപയോഗിക്കാം. വലത് കൈയിൽ ചൂണ്ടുവിരലും ഇല്ലെങ്കിൽ ഏതെങ്കിലും വിരലുകളിൽ നമുക്ക് മഷി കുത്താം. ഈ രണ്ട് കൈയിലും വിരലുകൾ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈയുടെ ബാക്കി ഭാഗങ്ങളിൽ എവിടെയെങ്കിലും പിന്നെ ഇടത് വലത് ബാക്കി ഭാഗത്ത് മഷി പുരട്ടാമെന്നാണ് പറഞ്ഞത്. സെക്കൻഡ് പോളിംഗ് ഓഫീസർ പിന്നെ സൂക്ഷിക്കേണ്ട, വളരെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇൻഡെലിബിൾ ഇങ്ക് മറിഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനാണ്. സെക്കൻഡ് പോളിംഗ് ഓഫീസറാണ്. അതിൽ വലിയൊരു പാത്രത്തിൽ ചെറിയ പാത്രം ഇറക്കി വെച്ച് അതിൽ പൂഴിമണ്ണൊക്കെ നിറച്ച് നല്ല മറിയാത്ത രീതിയിൽ, കൈതട്ടി മറിയാത്ത രീതിയിൽ സൂക്ഷിക്കണം. അപ്പോൾ പൂഴിമണ്ണ് വളരെ സാധാരണ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണ്. വലിയ പാത്രത്തിൽ പൂഴിമണ്ണിട്ട് അതിലേക്ക് ഈ ചെറിയ പാത്രം ഇറക്കി ബ്രഷ് ഉപയോഗിച്ച് മഷി പുരട്ടുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി കാഴ്ചശക്തി ഇല്ലാത്തവരോ ശാരീരിക അസ്വസ്ഥയുള്ളവരോ കുഷ്ഠമൊക്കെ വന്നവരൊക്കെ ആണെങ്കിൽ കൈകൾ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ വിരലടയാളം ഒപ്പും പറ്റും. അവരെ കൊണ്ട് വിരലടയാളം വെക്കുകയോ അല്ലെ ഒപ്പിടിവിക്കുകയോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. രണ്ട് കൈ ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ സഹായി, ഒപ്പ്, വിരലടയാളം എന്നിവ വെക്കാം. എന്നിട്ട് റിമാർക്ക് കോളത്തിൽ അത് സഹായിയുടെ ഒപ്പാണ് അല്ലെ സഹായിയുടെ വിരലടയാളമാണ് എന്ന് നമ്മൾ രേഖപ്പെടുത്തിയാൽ മതി. എങ്ങനെയുള്ളവര് കാഴ്ച അങ്ങനെ കൈക്ക് പുഷ്ടമോ അങ്ങനെ എന്തെങ്കിലും വരുന്ന ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ആണ് ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇനി നമുക്ക് ഈ തേർഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടിയിലേക്കാണ് പോകേണ്ടത്. ഈ തേർഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അവരുടെ ഡ്യൂട്ടി കൺട്രോൾ യൂണിറ്റിന്റെ ചുമതലക്കാരനാണ് തേർഡ് പോളിംഗ് ഓഫീസർ. ഇപ്പോൾ വളരെ എനിക്ക് തോന്നുന്നു എല്ലാ ജോലികളും വളരെ ഉത്തരവാദിത്തമുള്ളതാണ്. എന്നാൽ പോലും തേർഡ് പോളിംഗ് ഓഫീസർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയായിട്ടാണ്, ഒരു ഓഫീസറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് എന്താ വെച്ചാൽ ഒരാളെ ഈ സെക്കൻഡ് പോളിംഗ് ഓഫീസർ കൊടുത്തു വിടുന്ന സ്ലിപ്പ് തേർഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പൊ തേർഡ് പോളിംഗ് ഓഫീസർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ ദൂരെ ഇരിക്കരുതെന്ന, സെക്കൻഡ് പോളിംഗ് ഓഫീസറുമായിട്ട് അടുത്തിരിക്കണം.
അങ്ങനെയെങ്കിൽ ഈ സ്ലിപ്പ് വേണമെങ്കിൽ നേരിട്ടും കൊടുക്കാം. വോട്ടർ എടുത്ത് കൊടുത്തിട്ട് കൊടുക്കാതെ ഈ വോട്ടർ എടുത്ത് കൊടുക്കുമ്പോൾ ചില ആൾക്കാർ ദൂരെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ സെക്കൻഡ് പോളിംഗ് ഓഫീസർ കൊടുത്ത ഈ സ്ലിപ്പും കൊണ്ട് ഇതെവിടെയാ സാർ ഇനി കൊടുക്കേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി സെക്കൻഡും തേർഡും ഓഫീസർമാർ അടുത്തടുത്താണ് ഇരിക്കുന്നതെങ്കിൽ ഈ സെക്കൻഡിന് വേണമെങ്കിൽ ആ സ്ലിപ്പ് നേരിട്ട് തേർഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ സെക്കൻഡ് പോളിംഗ് ഓഫീസർക്ക് വോട്ടറുടെ കൈ കൊടുത്താൽ അദ്ദേഹത്തിന്റെ അടുത്ത് ആ സാറിന്റെ അടുത്തേക്ക് കൊടുക്കാൻ വേണ്ടിയും പറയാൻ വേണ്ടി കഴിയും. ദൂരെ ഇരുന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. ഇനി രണ്ടാം പോളിംഗ് ഓഫീസർ നൽകുന്ന സ്ലിപ്പിന്റെയും അതിലെ സീരിയൽ നമ്പറിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ വോട്ട് ചെയ്യാൻ അനുവദിക്കാവൂ. മഷി മാഞ്ഞ് ആ സമയത്ത് തേർഡിലെത്തുമ്പോൾ മഷി പാഞ്ഞു പോയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. മാഞ്ഞാൽ വീണ്ടും പുരട്ടണം ശരിക്കും. ഇനി ബാലറ്റ് ബട്ടൺ അമർത്തി വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലെ ബാലറ്റ് യൂണിറ്റിനെ സജ്ജമാക്കേണ്ടത് ശരിക്കും തേർഡ് പോളിംഗ് ഓഫീസറാണ്. തേർഡ് പോളിംഗ് ഓഫീസറുടെ കൺട്രോളിൽ എന്തുണ്ട്? കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ആ കൺട്രോൾ യൂണിറ്റിലാണ് എന്തുള്ളത്? ബാലറ്റ് ബട്ടൺ ഉള്ളത്. ആ ബാലറ്റ് ബട്ടൺ അമർത്തിയിട്ട് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലെ ബാലറ്റ് യൂണിറ്റിനെ സജ്ജമാക്കേണ്ടത് തേർഡ് പോളിംഗ് ഓഫീസറാണ്. മാത്രമല്ല അദ്ദേഹം പോയി കഴിഞ്ഞ് വോട്ട് ചെയ്തിട്ടുണ്ടോ, ബീപ് ശബ്ദം കേൾക്കുന്നുണ്ടോ, ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കേണ്ടത്, ഈ ബ്രെയിൻ വർക്ക് കൂടുതലും നടത്തേണ്ടത് ശരിക്കും ഈ തേർഡ് പോളിംഗ് ഓഫീസറാണ്. ഒരാൾ നമ്മൾ സ്ലിപ്പൊക്കെ മേടിച്ചു പോയി ചെയ്തോളാൻ പറഞ്ഞ വഴി ചിലപ്പോൾ അയാൾ അങ്ങ് പോവും. അയാൾക്ക് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് അങ്ങ് പോവും. അപ്പോൾ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടില്ലേ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഈ തേർഡ് പോളിംഗ് ഓഫീസർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ അത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഇനി കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞ ശേഷമാണ് ഒരു വോട്ടർ വോട്ട് ചെയ്യാതെ മടങ്ങുന്നതെങ്കിൽ അങ്ങനെയും വരാം. നമ്മൾ ഇയാളെ പേര് വിളിച്ചു, ക്രമ നമ്പർ വിളിച്ചു, സെക്കൻഡ് പോളിംഗ് ഓഫീസർ മഷി വരട്ടി രജിസ്റ്ററിൽ ഒപ്പിടിച്ചു, എല്ലാം കഴിഞ്ഞ് തേർഡിൻ്റെ അടുത്തെത്തി. തേർഡ് പോളിംഗ് ഓഫീസർ എന്ത് ചെയ്തു? കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പറയുന്നത് ഞാൻ ചെയ്യുന്നില്ല. ഒരു കുഴപ്പമില്ല, അയാൾ പോയിക്കോട്ടെ. ആ റിമാർക്കിൽ വെറുതെ എഴുതി വെക്കുക. അതിനുശേഷം അടുത്തയാളെ ആ റെഡിയായി നിൽക്കുന്ന വോട്ട് ചെയ്യിക്കാവുന്നതാണ്. അപ്പൊ ഇയാൾ എന്തായി? റെഫ്യൂസ്ഡ് ടു വോട്ടിൽ ഇയാൾ വരും. അപ്പോൾ കണക്ക് ടാലിയാവുകയും ചെയ്യും. അപ്പോൾ ഇയാൾക്ക് വേണ്ടി അമർത്തിയ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ ഇയാൾക്ക് തന്നെ ചെയ്യണമെന്നല്ല നമ്മൾ പറയുന്നത്, തൊട്ടടുത്ത ആൾ ചെയ്താൽ മതി. പക്ഷെ ഇയാളെ നമ്മൾ എന്ത് ചെയ്യും? റെഫ്യൂസ്ഡ് ടു വോട്ട് എന്ന കണക്കിൽ പെടുത്തും. അപ്പോൾ ടോട്ടൽ എണ്ണം ടാലി ആയിട്ട് വരും. അത് റിമാർക്കിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതണം, റെഫ്യൂസ്ഡ് ടു വോട്ട് എന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി അവസാനത്തെ വോട്ടർ വിസമ്മതിച്ചു എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പ് കഴിയുന്ന 6 മണിക്ക് അല്ലെങ്കിൽ എത്ര മണിക്കാണോ വോട്ടെടുപ്പ് അവസാനിക്കുന്ന ആ സമയത്തുള്ള ലാസ്റ്റ് വോട്ടറാണ് ഇതുപോലെ ചെയ്തതെങ്കിൽ നമ്മൾ ബാലറ്റ് ബട്ടൺ അമർത്തുകയും ചെയ്തു, ലൈറ്റൊക്കെ കത്തി സജ്ജമായിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നാൽ താഴെ പറയുന്നവ ചെയ്യുക. ഒന്ന്, കൺട്രോൾ യൂണിറ്റ് ആദ്യം ഓഫ് ചെയ്യുക. അതിനുശേഷം വിവി പാറ്റിലും ബാലറ്റ് യൂണിറ്റിലും സിയുവിൽ നിന്ന് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് വേർപെടുത്തുക. ആദ്യം കൺട്രോൾ യൂണിറ്റിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം വിവി പാറ്റും ബാലറ്റ് യൂണിറ്റും വേർപെടുത്തുക, കൺട്രോൾ യൂണിറ്റിൽ നിന്ന് വേർപെടുത്തുക. എന്നതിന് ശേഷം കൺട്രോൾ യൂണിറ്റ് വീണ്ടും ഓൺ ചെയ്യുക. അങ്ങനെ വീണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് ബിസി ലാമ്പ് അണയുകയും ഇലക്ഷൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ക്ലോസ് ബട്ടൺ അമർത്താൻ പറ്റുകയും ചെയ്യും. അപ്പൊ ബിസി ലാമ്പ് കത്തിയിരിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും നമുക്ക് ക്ലോസ് ബട്ടൺ അമർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഐഡിയ പറയുന്നത്. അതായത് ഏറ്റവും അവസാനത്തെ വോട്ടർ റെഫ്യൂസ്ഡ് ടു വോട്ട് ആണെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മാർഗം ഇതാണ്. അങ്ങനെ നമ്മൾ ബാലറ്റ് ബട്ടൺ അമർത്തി അവിടെ ബിസി ലാമ്പ് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് പറ്റില്ല? ക്ലോസ് ബട്ടൺ അമർത്താൻ പറ്റില്ല. അയാൾ പറയുന്നത് ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്, കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്യാം. കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്തതിനു ശേഷം വിവി പാറ്റിലെയും ബാലറ്റിംഗ് യൂണിറ്റിലെയും കൺട്രോൾ യൂണിറ്റിൽ നിന്ന് വേർപെടുത്തുക. എന്നതിന് ശേഷം വീണ്ടും കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യാം. അപ്പോൾ ബിസി ലാമ്പ് അണഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു കുഴപ്പമില്ല, നമുക്ക് ക്ലോസ് ബട്ടൺ അമർത്താം. ഇനി വോട്ടർ സ്ലിപ്പ് നമുക്ക് സെക്കൻഡ് പോളിംഗ് കൊടുത്ത വോട്ടർ സ്ലിപ്പ് കിട്ടുന്നത് തേർഡ് പോളിംഗ് ഓഫീസറാണ്. ആ തേർഡ് പോളിംഗ് ഓഫീസർ ആ വോട്ടർ സ്ലിപ്പ് മേടിച്ചിട്ട് അവിടെ വെക്കണം. അത് സൂക്ഷിച്ച് ക്രമമായിട്ട് അടുക്കി കെട്ടി വോട്ടെടുപ്പിന് ശേഷം പ്രത്യേക കവറിൽ സൂക്ഷിച്ച് നമുക്ക് റിസീവിംഗ് സെന്ററിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ വോട്ടർ സ്ലിപ്പിന്റെ ക്രമത്തിൽ തന്നെയാണ് ഈ വോട്ടറെ നമ്മൾ വോട്ട് ചെയ്യിക്കേണ്ടത്.
ഇനി തേർഡ് പോളിംഗ് ഓഫീസറുടെ മെയിൻ ജോലി ഞാൻ പറഞ്ഞു, കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തല. ഓരോ തവണയും ഓരോ ആള് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും വീട്ടും കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തേണ്ട ഉത്തരവാദിത്തമാണ് തേർഡ് പോളിംഗ് ഓഫീസർക്കുള്ളത്. ഈ ബട്ടൺ അമർത്തുമ്പോൾ കൺട്രോൾ യൂണിറ്റിലെ ബിസി ലാമ്പ് ചുവപ്പ് നിറത്തിൽ കത്തുകയും അതേസമയം ബാലറ്റ് യൂണിറ്റിലെ റെഡി ലാമ്പ് പച്ച നിറത്തിൽ പ്രകാശിക്കുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ നമ്മൾ അമർത്തി, അപ്പോൾ കൺട്രോൾ യൂണിറ്റിലെ ബിസി ലാമ്പ് ചുവപ്പ് നിറത്തില, അത് കത്തും. അതോടൊപ്പം തന്നെ ബാലറ്റ് യൂണിറ്റിലെ റെഡി ലാമ്പ് പച്ച നിറത്തിൽ പ്രകാശിക്കും. അപ്പോൾ മെഷീൻ ഓക്കെ ആയി, വോട്ട് ചെയ്യാൻ വേണ്ടി മെഷീൻ ഓക്കെ ആയി എന്ന് ആണ് അതിന്റെ അർത്ഥം. അതായത് കൺട്രോൾ യൂണിറ്റിൽ ചുവപ്പ് കത്തി, പിന്നെ ബാലറ്റ് യൂണിറ്റിൽ പച്ച കത്തി. അപ്പൊ നമ്മൾ മെഷീൻ ഓക്കെ ആയി. വോട്ടർ എന്ത് ചെയ്യുന്നു? വോട്ടർ താൻ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള നീല ബട്ടണിലാണ് അമർത്തേണ്ടത്. വോട്ടർ ആ നീല ബട്ടണിൽ അമർത്തിയിട്ട് വോട്ട് രേഖപ്പെടുത്തും. വോട്ട് ചെയ്യേണ്ട തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള നീല നിറത്തിൽ ആ നീല ബട്ടണിൽ അമർത്തി വോട്ട് ചെയ്യുന്നു. ഇനി ബട്ടൺ അമർത്തുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ചുവപ്പ് കത്തും. ഈ നീല ബട്ടൺ അമർത്തുന്ന സമയത്ത് സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ചുവപ്പ് നിറം കത്തും, അല്ലെ ചുവപ്പ് കളറ് ഉണ്ടാവും. അതോടുകൂടി ബാലറ്റ് യൂണിറ്റിലെ പച്ച അണയും. ചുവപ്പ് കത്തുന്നതോടുകൂടി ബാലറ്റ് പ്രസ് ചെയ്യാണ്, അപ്പോൾ വോട്ട് ചെയ്തു, വോട്ട് റെക്കോർഡായി. ആ സമയത്ത് ബാലറ്റ് യൂണിറ്റിലെ പച്ച, ഇത്രയും നേരം പച്ച കത്തി നിൽക്കുകയായിരുന്നു, ആ പച്ച അണയും. ഇനി ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വിവിപാറ്റ് മെഷീൻ സ്ഥാനാർത്ഥിയുടെ പേര്, ക്രമനമ്പർ ഇവ അടങ്ങുന്ന ചിഹ്നം അടങ്ങിയ ഒരു പേപ്പർ പ്രിന്റ് ചെയ്ത് വരും. വിവിപാറ്റിന്റെ ആ ഒരു സുതാര്യമായ ഒരു പ്ലേറ്റ് ഉണ്ട്, അവിടെ നോക്കിയാൽ കാണാം. 7 സെക്കൻഡ് സമയത്തേക്ക് അത് കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അത് മുറിഞ്ഞ് താഴെ വീഴും. ആ സ്ഥാനാർത്ഥി, നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിയുടെ പേര്, അദ്ദേഹത്തിന്റെ ക്രമനമ്പർ, വോട്ടർ പട്ടികയില്ല, ബാലറ്റ് പേപ്പറിലെ അദ്ദേഹത്തിന്റെ ക്രമനമ്പർ, അദ്ദേഹത്തിന്റെ ചിഹ്നവും പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അത് 7 സെക്കൻഡ് കഴിഞ്ഞാൽ മുറിഞ്ഞ് താഴെ വീഴും. ഈ മുറിഞ്ഞ് താഴെ വീഴുന്ന സമയത്ത് ഒരു ബീപ്പ് ശബ്ദം കേൾക്കും. ആ ബീപ്പ് ശബ്ദം തീരുന്നതോടുകൂടി ബാലറ്റ് യൂണിറ്റിലെ ചുവപ്പും കൺട്രോൾ യൂണിറ്റിലെ ബിസി ലാമ്പും അണയും. അപ്പൊ എല്ലാ ലൈറ്റും അണഞ്ഞു. ബാലറ്റ് പേപ്പർ നീല അമർത്തിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ ബിയുവിൽ ചുവപ്പ് കത്തുന്നു. കൺട്രോൾ യൂണിറ്റിൽ ഓൾറെഡി ബിസി ലാമ്പ് കത്തി നിൽക്കുകയാണ്. ഈ ബീപ്പ് ശബ്ദം തീരുമ്പോൾ ഈ ബാറ്ററി യൂണിറ്റിലെ ചുവപ്പ് ലൈറ്റും അണയും, കൺട്രോൾ യൂണിറ്റിലെ ബിസി ലാമ്പും അണയും. അതോടെ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയായി. ഈ കാര്യം തേർഡ് പോളിംഗ് ഓഫീസർ മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത്. വെറുതെ നമ്മൾ ബാലറ്റ് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നാൽ പോരാ, എന്തൊക്കെ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് എന്ന് തേർഡ് പോളിംഗ് ഓഫീസർ മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഒരു ബാലറ്റ് അമർത്തി കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിലെ ബിസി ലാമ്പ് ചുവപ്പ് നിറത്തിൽ കത്തും. അതേസമയം ബാലറ്റ് യൂണിറ്റിലെ റെഡി ലാമ്പ് പച്ച നിറത്തിലും പ്രകാശിക്കും. അപ്പൊ മെഷീൻ ഓക്കെ. അതിനുശേഷം വോട്ടർ എന്ത് ചെയ്യുന്നു? നീല ബട്ടണിൽ അമർത്തുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ടുള്ള സ്ഥാനാർത്ഥികളുടെ നേരെയുള്ള നീല ബട്ടണിൽ അമർത്തുമ്പോൾ ആ നീല ബട്ടണിൽ ഒരു ചുവപ്പ് കളറ് പ്രകാശിക്കുകയും ചുവപ്പ് കത്തുന്നതോടുകൂടി ബാലറ്റ് യൂണിറ്റിൽ പച്ച അണയുകയും ചെയ്യും. പച്ചയായിരുന്നു ഇത്രയും നേരം, അത് നീല പ്രസ് ചെയ്തപ്പോൾ പച്ച അണഞ്ഞു, ചുവപ്പ് കത്തി. അത് കഴിഞ്ഞ ശേഷം വിവിപാറ്റ് മെഷീൻ പ്രിന്റ് ചെയ്യുന്നു. ആ പ്രിന്റ് ചെയ്ത സാധനം മുറിഞ്ഞ് താഴെ വീഴുമ്പോൾ ഒരു ബീപ്പ് ശബ്ദം കേൾക്കും. ആ ബീപ്പ് ശബ്ദം കേട്ട് തീരുന്നതോടുകൂടി ബാലറ്റ് യൂണിറ്റിലെ ചുവപ്പും അണയും, കൺട്രോൾ യൂണിറ്റിലെ ബിസി ലാമ്പും അണയും. അതോടെ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയായി. ഈ പ്രക്രിയ തേർഡ് പോളിംഗ് ഓഫീസർ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ പ്രോസസ്സ് പക്ഷെ ഇതൊക്കെ നമ്മൾ തിയററ്റിക്കലി ഇങ്ങനെ പറയുമെങ്കിലും ഇതൊക്കെ വളരെ സ്പീഡിൽ നടക്കും. ചുവപ്പ് കത്തി അവിടെ പച്ച കത്തി, പ്രസ് ചെയ്തു, അപ്പൊ ചുവപ്പ് കത്തി, വീണ്ടും അത് പിന്നെ വിവിപാറ്റ് പ്രിന്റ് ചെയ്തു, 7 സെക്കൻഡ് സമയം കൊണ്ട് മുറിഞ്ഞ് താഴെ വീണു, ബീപ്പ് ശബ്ദം കേട്ടു, ബീപ്പ് ശബ്ദം തീർന്നു, എല്ലാ ലൈറ്റും ഉണങ്ങി. ഇത് വളരെ പെട്ടെന്ന് നടക്കും, പറയാൻ കുറേ സമയം പിടിക്കുന്നുണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഇതൊക്കെയാണ് തേർഡ് പോളിംഗ് ഓഫീസറുടെ ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ. തേർഡ് പോളിംഗ് ഓഫീസർ വളരെ കണ്ണും തലയും കൈയും ഒരുപോലെ പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, ഈ ലൈറ്റൊന്നും അണയാതെ വരും, എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വോട്ടർ എന്തെങ്കിലും ഗുരുത്തക്കേടുകൾ ഒപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ഇദ്ദേഹമാണ് ശ്രദ്ധിക്കേണ്ടത്. ആരെങ്കിലും ഈ കമ്പാർട്ട്മെന്റ് കയറാതെ നേരെ അങ്ങ് പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് തേർഡ് പോളിംഗ് ഓഫീസറാണ്. ഒരുപക്ഷെ പിന്നെ ഈ തേർഡ് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിലുള്ള ഉത്തരവാദിത്തങ്ങളാണ്, അങ്ങനെ നമ്മൾ പറയുക. ഇതിൽ പ്രിസൈഡിംഗ് ഓഫീസർ ആയാലും ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും തേർഡ് ആയാലും ഒക്കെ ഓരോ ഈ രീതിയിലുള്ള ഉത്തരവാദിത്തം. ഇപ്പോൾ തേർഡിനെ പറ്റി പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് എനിക്ക് തേർഡ് പോളിംഗ് ഓഫീസറെ പറ്റി തോന്നിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ രണ്ട് പേരുടെയും ഡ്യൂട്ടീസ് ഞാനിവിടെ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. ജസ്റ്റ് ഒന്ന്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നൊക്കെ ആയിരിക്കും, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് പിന്നെ ബ്രഷപ്പ് ചെയ്ത് പോവുക മാത്രമാണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ക്ലാസ്സുകൾ ഇടും. ഈ ക്ലാസ്സുകളൊക്കെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതിന് ഔദ്യോഗിക സ്വഭാവം ഇല്ല. പക്ഷേ എന്നാൽ പോലും ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ വേറൊരു സ്റ്റൈലിൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടൊക്കെ ആയിരിക്കാം പറയുന്നത്. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് പ്രയോജനകരമായേക്കാം. എല്ലാം അറിയുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലാതിരിക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ ബാക്കി കാര്യങ്ങളെല്ലാം പറയും. മുഴുവനായിട്ട് പറഞ്ഞ് തീർക്കണം. ഒരു 3-4 തീയതി ആകുമ്പോഴേക്ക് തീർക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ കേട്ട എല്ലാവർക്കും, അപ്പോൾ എന്തെങ്കിലും ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സെക്ടർ ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസറൊക്കെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്. അവർ പറയാത്ത ഒരു കാര്യം, അല്ലെ ഇലക്ഷൻ കമ്മീഷൻ പറയാത്ത ഒരു കാര്യവും ഞാനും പറയുന്നില്ല എന്ന കാര്യവും ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. എല്ലാം ഇതൊരു സഹായിക്കുക എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോസാണ് എന്ന കാര്യവും നിങ്ങൾ തിരിച്ചറിയുക. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.